ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെടുത്ത് കംബോഡിയയിലേക്ക് ആളുകളെ കടത്തിയ സംഭവത്തിൽ മുഖ്യപ്രതി അറസ്റ്റിലായി. തോടന്നൂർ സ്വദേശി അനുരാഗിനെയാണ് നെടുമ്പാശ്ശേരിയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത്. പേരാമ്പ്ര സ്വദേശികൾ ഉൾപ്പെടെ തൊഴിലന്വേഷകർക്ക് ജോലി വാഗ്ദാനം ചെയ്ത് കംബോഡിയയിലെ ഓൺലൈൻ തട്ടിപ്പ് കമ്പനിയിൽ എത്തിച്ച് കുടുക്കിയ കേസുകളിലെ മുഖ്യപ്രതിയാണ് അറസ്റ്റിലായത്. തോടന്നൂർ എടത്തുംകര പീടികയുള്ളതിൽ അനുരാഗിനെ നെടുമ്പാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പേരാമ്പ്ര കൂത്താളി സ്വദേശി അബിൻ ബാബു, കുന്നുമ്മൽ രാജീവൻ എന്നിവരടക്കം പേരാമ്പ്ര വടകര ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പേരാണ് തട്ടിപ്പിനിരയായത്. 1 ലക്ഷത്തോളം രൂപ ശമ്പളമുള്ള ജോലി സംഘം ഇവർക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. തട്ടിപ്പു സംഘങ്ങളിൽ നിന്നും ദിവസങ്ങളോളം ക്രൂരമർദ്ദനം ഉൾപ്പെടെ ഇവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. കൂത്താളി പനക്കാട് മാമ്പള്ളി അബിൻ ബാബുവും വടകര മണിയൂർ സ്വദേശികളായ 5 പേരും ഒരു ഇടപ്പാൾ സ്വദേശിയും ബാംഗ്ലൂരുവിലുള്ള ഒരു യുവാവും ഈ സംഘത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്തിയെങ്കിലും രാജീവൻ ഉൾപ്പെടെ പലരും ഇപ്പോഴും കംബോഡിയയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കോടികൾ തട്ടിപ്പ് നടത്തിയ പ്രതികൾക്കായി പോലീസ് വലവിരിക്കുകയും ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 1.5 വർഷമായി കംബോഡിയയിലായിരുന്ന അനുരാഗ് നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി നാട്ടിലേക്ക് വരവെയാണ് പോലീസിന്റെ പിടിയിലായത്. പേരാമ്പ്രയിലെ കേസിന് പുറമെ വടകര പോലീസിൽ 4 കേസുകളും പൊന്നാനി, ആലുവ വെസ്റ്റ് എന്നിവിടങ്ങളിൽ ഓരോ കേസുകളും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മനുഷ്യക്കടത്ത്, തടവിൽ പാർപ്പിക്കൽ, പണത്തിനു വേണ്ടി തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. പ്രതിയെ പേരാമ്പ്ര കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്.